ഒടുവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തി. ഈ വേളയിൽ മോദിയുടെ മൈ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപിനെ ഓർത്തുപോവുക സ്വാഭാവികം. പുടിനുമായി ഇന്ത്യയുണ്ടാക്കുന്ന സൗഹൃദം ട്രംപിനെ കട്ടക്കലിപ്പനാക്കുകയാണ് പതിവ്. ഇത്തവണയും മാറ്റമുണ്ടാകില്ല. കാരണം ഇന്ത്യയിലെത്തിയ പുടിൻ വളരെ സമർത്ഥമായി ട്രംപിന് ചില മറുപടി നൽകുകയാണ്. യുഎസിന് റഷ്യൻ എണ്ണ വാങ്ങാൻ അവകാശമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്കും ആയിക്കൂടെന്നാണ് പുടിന്റെ ആദ്യ ചോദ്യം. ഇന്ത്യക്കും യുഎസിന് ലഭിക്കുന്ന അതേ അവകാശം ലഭിക്കണമെന്ന് പുടിൻ. റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപിന്റെ അഭിപ്രായത്തോടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു പുടിൻ. യുഎസ് ഇപ്പോഴും ആണവ ഇന്ധനം വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. ട്രംപ് ഇന്ത്യക്ക് താരിഫ് ചുമത്തിയത് സംബന്ധിച്ച ചോദ്യത്തിനും പുടിൻ മറുപടി നൽകി. ട്രംപിന് ഉപദേശകരും സ്വന്തം തീരുമാനങ്ങളുമുണ്ട്. ശൂന്യതയിൽ നിന്നല്ല ആ തീരുമാനങ്ങൾ വരുന്നത്. യുഎസ് സമ്പദ് വ്യവസ്ഥക്ക് ഗുണമുണ്ടാക്കാനാവും അധിക തീരുവ യുഎസ് ചുമത്തുക. ഏത് സാമ്പത്തിക നയം സ്വീകരിക്കണമെന്നത് ഓരോ രാജ്യങ്ങളുടെയും തെരഞ്ഞെടുപ്പാണ്. അതിലിടപെടാൻ ആർക്കും അവകാശമില്ല. ഞങ്ങൾ ഒരിക്കലും അത്തരം കാര്യങ്ങളിൽ ഇടപെടാറില്ല. ഞങ്ങളുടേത് ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥയാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് തങ്ങളുടെ നയമെന്നും പുടിൻ. ഇപ്പറഞ്ഞതെല്ലാം ട്രംപിനുള്ള ഒളിയമ്പുകളാണെന്ന് വ്യക്തം. ഇനി ട്രംപിന്റെ പ്രതികരണമാണ് നാം കാത്തിരിക്കുന്നത്. 23ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യ സന്ദർശനത്തിനെത്തിയ പുടിനെ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി പ്രധാനമന്ത്രി സ്വീകരിച്ചു. പിന്നാലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ റഷ്യൻ പ്രസിഡന്റിന് വിരുന്നൊരുക്കി. പ്രധാനമന്ത്രി നേരിട്ടെത്തുന്ന കാര്യം അറിയിച്ചിരുന്നില്ലെന്നും മോദിയുടെ സ്വീകരണം അപ്രതീക്ഷിതമായിരുന്നുവെന്നും റഷ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യ റഷ്യ ബന്ധം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് ഏറെ ഗുണകരമാണെന്നും മോദി. ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സമ്മർദ്ദങ്ങൾക്ക് ഒരിക്കലും കീഴടങ്ങാത്തവരാണെന്ന് പുടിൻ. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഊർജ്ജ മേഖലയിലെ സഹകരണവും എണ്ണ വ്യാപാരവും പുറത്തുനിന്നുള്ള സമ്മർദ്ദത്തിന് അതീതമാണെന്ന് പുടിൻ ആവർത്തിച്ചു. റഷ്യയിൽ നിന്നുള്ള കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ചും പുടിൻ പരാമർശിച്ചു. റഷ്യ കേവലം സാങ്കേതിക വിദ്യ വിൽക്കുകയും ഇന്ത്യ കേവലം വാങ്ങുകയും മാത്രമല്ല ചെയ്യുന്നത്. അതിനപ്പുറം ഇന്ത്യയുമായി വ്യത്യസ്ത തലത്തിലുള്ള ബന്ധമാണ് റഷ്യക്കുള്ളതെന്ന് പുടിൻ. ഇതിനിടെ ഡൽഹിയിൽ ആഡംബര ഹോട്ടൽ മുറികളുടെ നിരക്ക് ഒറ്റ രാത്രിക്ക് 1 ലക്ഷം രൂപ വരെ കടന്നു. പുടിന്റെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വർധന. ബുധനാഴ്ച വരെ ഒരു രാത്രിക്ക് നിരക്ക് 50,000 രൂപ മുതൽ 80,000 രൂപ വരെയായിരുന്നു. വ്യാഴാഴ്ച അത് 85,000 രൂപ മുതൽ 1.3 ലക്ഷം വരെയായെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പുടിൻ ഒപ്പമെത്തുന്നവർ വിവിധ നയതന്ത്ര പ്രതിനിധികൾ തുടങ്ങിയവർക്ക് താമസിക്കാനാണ് ആഡംബര ഹോട്ടൽ മുറികളെല്ലാം ബുക്ക് ചെയ്യപ്പെട്ടത്. ഡൊണാൾഡ് ട്രംപ്, മുൻ പ്രസിഡന്റുമാരായ ജോ ബൈഡൻ, ബിൽ ക്ലിന്റൺ എന്നിവരും ഇന്ത്യ സന്ദർശിച്ചപ്പോൾ തങ്ങിയ അതേ മുറിയിലാണ് പുടിന്റെയും താമസം. ഈ സന്ദർശനം ഇന്ത്യക്ക് ഗുണം ചെയ്യുമോ എന്നതിന് ട്രംപിന്റെ പ്രതികരണം വരെ കാത്തിരിക്കണം.